സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ, അതുപോലെ ഒരു ലൈക്ക്, ഒരു ഷെയർ, അതുപോലെ ഒരു കമൻറ്റ്, അത് നിങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊന്നമ്മ ബാബുവിനെ പറ്റിയിട്ടാണ്. ഈ പൊന്നമ്മ ബാബുവിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഒരു കോമഡി നടിയാണ്. അതുമാത്രമല്ല ജഗതിയുമൊത്തുള്ള കോമ്പിനേഷൻ സീനുകൾ. പിന്നെ എനിക്ക് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപ്പാനയിലെ വേഷമാണ്. നമ്മുടെ നൂലുണ്ടേൻ്റെ ഭാര്യയായിട്ടൊരു വേഷമുണ്ട് താപ്പാനയിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോമഡി വേഷമാണ്. അങ്ങനെ നിരവധി സിനിമകളിൽ, ഇപ്പോൾ പുതിയ പുതിയ സിനിമകളിലൊക്കെ അവർ വരുന്നുണ്ട് നല്ല കോമഡി വേഷമായിട്ട്. അപ്പോൾ ഇവർ പണ്ട് ഒരു നല്ലൊരു നായികയായിട്ട് വരേണ്ട ഒരു നടിയായിരുന്നു. ഇവർ നാടകത്തിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ ഇവർ വരേണ്ട സ്ഥാനത്താണ് മേനക വന്നത്. ആലോചിച്ച് നോക്കണം, ഭാഗ്യക്കേട് ആലോചിച്ച് നോക്കണം. അതായത് എങ്ങനെ നീ മറക്കും എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലും ശങ്കറും അഭിനയിച്ച ആ സിനിമയിൽ ഇവരുടെ നായികയായിട്ട് മേനകയ്ക്ക് പകരം ആദ്യം നിശ്ചയിച്ചത് ഇവരെയായിരുന്നു. പക്ഷേ ഇവർക്കെന്തോ അതിൽ അസൗകര്യമായി പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ നാടകത്തിൻ്റെ പ്രശ്നമായിരിക്കാം, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള എതിർപ്പായിരിക്കാം, എന്താണെന്നറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായി. അങ്ങനെ ഇവർ അത് കഴിഞ്ഞതിന് ശേഷം, കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ സിനിമയിൽ വന്നത്. അപ്പോഴേക്കും ഇവരുടെ ശരീരപ്രകൃതിയൊക്കെ മാറിയിരുന്നു. കല്യാണമൊക്കെ കഴിച്ചു, മക്കളൊക്കെ ആയതുകൊണ്ടാണോന്നറിയില്ല, ഇവരുടെ ശരീരമൊക്കെ നല്ല തടിച്ച ശരീരമായി മാറിയിരുന്നു. പിന്നീട് നമുക്കറിയാലോ, പിന്നെ നായികയൊന്നും ആക്കാൻ ആരും മനക്കേടില്ല എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ കോമഡി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന, എല്ലാവരുമായിട്ട് നല്ല സ്വഭാവമുള്ളൊരു നടിയാണ്, വളരെ നല്ല മനസ്സുള്ളൊരു നടിയാണ്. ഇതൊക്കെ ആണെങ്കിലും ഇവർ ചെയ്ത ഒരു വലിയൊരു ചതിയുണ്ട്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ നടി സേതുലക്ഷ്മി എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്. അമ്മ വേഷങ്ങളിലൊക്കെ ഇപ്പോൾ മഞ്ജു വാര്യരുടെ ഒരു സിനിമയില്ലേ ഹൗ ഓൾഡ് ആർ യു, അതിൻ്റെ അകത്ത് ഒരു അമ്മ വേഷമൊക്കെ ചെയ്ത സേതുലക്ഷ്മി സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഈ അമ്മ. അപ്പോൾ ഈ അമ്മയുടെ മകനുണ്ട്, കോമഡി ആർട്ടിസ്റ്റാണ്, കോമഡി സ്റ്റാറിലൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായിട്ടൊരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ അമ്മ ഒരുപാട് പേരെടുക്കി ഇങ്ങനെ സഹായങ്ങൾ ചോദിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഈ അമ്മ ഈ മകനെ ചികിത്സിക്കുന്നത്. ഒരുപാട് പേര് സഹായങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പിന്നെ മകനാണെങ്കിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അമ്മ ഒരു വരുമാനവും ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ സഹായം ചെയ്യുന്നതുമാണ് ഇത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർമാർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണം, എന്തെങ്കിലും മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അമ്മ പിന്നെ അപ്പോൾ തന്നെ മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചു. മാധ്യമങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴേ ഒരുപാട് പേര് സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഒത്തിരി പേര് മുന്നോട്ട് വന്നു സഹായിക്കാൻ. അങ്ങനെ എല്ലാവരും സഹായിച്ച് പൈസ അയച്ചു തരാം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ പൊന്നമ്മ ബാബു പറയുന്നത് കിഡ്നി ഞാൻ തരും എന്ന്. അതായത് കിഡ്നി ഞാൻ തരും, എന്നെ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തിയിട്ട് എൻ്റെ കിഡ്നി എടുക്കൂ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒറ്റ ട്രിപ്പിനങ്ങ് പറഞ്ഞതാണ്. എല്ലാ കാര്യവും പൊന്നമ്മ ബാബു ഏറ്റെടുത്തു എന്നുള്ള തരത്തിലാണ് പിന്നീട് അങ്ങ് വാർത്ത വന്നത്. അതായത് ചികിത്സാ ചെലവും കാര്യങ്ങളും ഒക്കെ പൊന്നമ്മ ബാബു അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ അതിനുശേഷം ഈ അമ്മയ്ക്ക് വരുന്ന സഹായങ്ങൾ അങ്ങ് നിന്നു. അതായത് എല്ലാവരും ചോദിക്കുന്നത് പൊന്നമ്മ ബാബു ഏറ്റെടുത്തില്ലേ, കാരണം എല്ലാവരെയും വിചാരം പൊന്നമ്മ ബാബു വലിയ കോടീശ്വരിയാണ്, അപ്പോൾ അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നൊന്നും ഇല്ലല്ലോ. പക്ഷെ അവർ കിഡ്നി കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഈ ചികിത്സാ ചെലവൊന്നും അവർ നോക്കിയിട്ടില്ല. അതുമാത്രവുമല്ല, അവർക്കൊരിക്കലും കിഡ്നി കൊടുക്കാൻ കഴിയില്ല എന്ന് ഈ പൊന്നമ്മ ബാബുവിന് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ പറഞ്ഞത്. കാരണം നമുക്ക് തന്നെ അറിയാം, ഷുഗറും പ്രഷറും ഉണ്ടെങ്കിൽ ഈ കിഡ്നി ഒരിക്കലും എടുക്കില്ല എന്ന്. അതുകൊണ്ട് ആ ഒരു ദിവസം പൊന്നമ്മ ബാബുവിനെ പറ്റിയിട്ട് സിനിമാ നടന്മാരും നായികമാരും എല്ലാവരും അങ്ങ് വാഴ്ത്തിപ്പാടൽ തുടങ്ങി. പൊന്നമ്മ ബാബുവിൻ്റെ സ്നേഹത്തെപ്പറ്റി വാഴ്ത്തിപ്പാടുന്നു. പൊന്നമ്മ ബാബു അങ്ങനെ പറയാനുണ്ടായ കാരണം ആ അമ്മയെ രക്ഷിക്കണം, എനിക്കെൻ്റെ മകനെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നമ്മ ബാബു പിന്നെ കരച്ചിലായി പിഴിച്ചലായി. സിനിമാ താരങ്ങൾ ഒന്നടങ്കം പൊന്നമ്മ ബാബുവിനെ അങ്ങ് പൊക്കിയെടുത്തങ്ങ് ഒരു വലിയൊരു നിലയിലെത്തിച്ചു എന്നുള്ളതാണ്. അത്രത്തോളം നന്മമരമാക്കി കളഞ്ഞു. പക്ഷെ അപ്പോഴും പൊന്നമ്മ ബാബുവിനറിയാം എൻ്റെ കിഡ്നി ഒന്നും പോകാൻ പോകുന്നില്ല, കാരണം എനിക്ക് ഷുഗറുണ്ട്. ഏത് കുഞ്ഞു കുട്ടിക്കും അറിയാം ഈ ഷുഗർ ഉണ്ടെങ്കിൽ കിഡ്നി എടുക്കൂലെന്ന്. പക്ഷെ അതെല്ലാം മറച്ചു വെച്ച് ഈ ഒരു ദിവസത്തെ ഈ ഒരു ആവേശം ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് വീണ്ടും മാധ്യമങ്ങളെ മുന്നിൽ വരേണ്ടി വന്നു.
ഈ അമ്മ പറഞ്ഞു അവർ കിഡ്നി തരാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതിൻ്റെ ചികിത്സാ ചിലവൊന്നും അവർ തരൂല. അതുപോലെ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇനിയും ആവശ്യമുണ്ട് സഹായം. ഈ ചികിത്സ കഴിഞ്ഞാലും ഇനിയും അവന് ഒരുപാട് കാലം മരുന്ന് കുടിക്കണം. അതുമാത്രവുമല്ല അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് പിന്നെയൊരു കാര്യം കൂടി വന്നു, കിഡ്നിയും അവർ തരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തരാൻ കഴിയില്ല കിഡ്നി. അതായത് അവർക്ക് ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ അമ്മ വീണ്ടും വന്നു. അങ്ങനെ വീണ്ടും ഈ അമ്മേൻ്റെ പിഴിച്ചിലും കരയലും പിഴിച്ചിലൊക്കെ കണ്ട് പിന്നീടാണ് ഒരുപാട് പേര് ഇത് സഹായിച്ച് അങ്ങനെയൊക്കെയാണ് പിന്നീട് ഈ മകൻ്റെ ചികിത്സ നടത്തിയത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അവന് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ അവരങ്ങനെ പത്രസമ്മേളനമൊന്നും നടത്തിയത് കണ്ടിട്ടില്ല. പക്ഷേ അതിനുശേഷം അവർ ഒരു അഭിമുഖം കൊടുത്തിരുന്നു. ആ അഭിമുഖത്തിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ഈ പൊന്നമ്മ ബാബുവിനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അതായത് പൊന്നമ്മ ബാബുവിൻ്റെ മനസ്സ്, അതായത് അത് പറയാനുണ്ടായ മനസ്സിനെ അവർ അഭിനന്ദിക്കുന്നുണ്ട്. അത് അഭിനന്ദിച്ചേ മതിയാവും. പക്ഷേ നമുക്കത് കഴിയില്ലല്ലോ. നമുക്കത് അഭിനന്ദിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഏത് കുഞ്ഞിനും അറിയുന്ന കാര്യമല്ലേ. എന്തിനിങ്ങനെ വെറുതെ ആളാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനിങ്ങനെ ഒരു ആവേശത്തിന് എന്തിനു കൊടുക്കണം? നിങ്ങളെ കയ്യിൽ വല്ലതും സഹായിക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ആശ കൊടുക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾക്ക് പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. നിങ്ങൾക്കിനിയൊരു പേരും പ്രശസ്തിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ഇഷ്ടംപോലെ സിനിമയിൽ അഭിനയിക്കുന്നവരാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങളുടെ ആ ഒരു നാടകം കൊണ്ട് ആ ചെറുപ്പക്കാരനും ആ ഒരു അമ്മ നടിയും അവരൊക്കെ അനുഭവിച്ച ആ ഒരു വേദന എന്തോരമായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ആന കൊടുത്താലും നമ്മൾ ആശ കൊടുക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഈ പല ആൾക്കാരും ഇതാണ് ചെയ്യുന്നത്. ആൾക്കാരും എന്താ പറയേണ്ടത്, ഫെയിമിന് വേണ്ടിയിട്ട് പലതും ആദ്യം തന്നെ എടുത്തങ്ങ് കൊളത്തിയിടും. അത് കഴിഞ്ഞ് പിന്നെ ഇവർക്കൊന്നും കിട്ടൂല. അതാണ് ഇതൊരു വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പക്വതയോട് കൂടിയിട്ട് പ്രതികരിക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഞാൻ കിഡ്നി കൊടുക്കാവേ എന്ന് പറഞ്ഞു, പിന്നെ എൻ്റെ കിഡ്നി ഇങ്ങ് എടുക്കാൻ വന്നാൽ മതി, അങ്ങനെ ഒരു ശരിയല്ലല്ലോ അത്. അപ്പോൾ ഇതൊക്കെയാണ് ചില ആൾക്കാരുടെ ചില നന്മ മരങ്ങളുടെ ഒരു ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നന്മ മരം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മളെ സീമാജി നായർ ചെയ്യുന്നത് കണ്ടോ, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം അവരതിനു വേണ്ടിയിട്ട് എന്താ പറയുക, ആരെയും പറയിക്കാതെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ അവർ ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂ. അല്ലാതെ ഒരു കുടുംബത്തിന് ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കുന്ന തരത്തിൽ ആ സേതുലക്ഷ്മി അമ്മ ശരിക്കും വന്നു കഴിഞ്ഞാൽ കരഞ്ഞു പോയി ഞാൻ രണ്ടാമത് പറയുമ്പോൾ. കാരണം അവർക്ക് കിഡ്നി തരാൻ കഴിയില്ല മക്കളെ, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ആ അമ്മ കരയുകയാണ് ചെയ്തത് ആ മകന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ ഇതിനിപ്പോൾ ഗോസിപ്പാണെന്നൊന്നും പറഞ്ഞിട്ട് വരണ്ട. കാരണം ഇതൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.